ഇതാണ് നമ്മളിവിടെ താമസിച്ച ഹോട്ടൽ രാഘവേന്ദ്ര രാമേശ്വരം. 4 പേർക്ക് താമസിക്കാവുന്ന റൂമാണ്. രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ ഈസ്റ്റ് ടവറിൽ നിന്നും 1/2 കിലോമീറ്ററിനുള്ളിൽ വരും ഈ ഹോട്ടൽ. ഹോട്ടൽ രാഘവേന്ദ്ര രാമേശ്വരത്തിന് സമീപമുള്ള ഹോട്ടലുകളാണ് ഇതൊക്കെ. ആകാശ് റെസിഡൻസി, നക്ഷത്ര, ഹോട്ടൽ നക്ഷത്ര. അവിടെയായി നമുക്ക് ഹോട്ടൽ ബ്ലൂ കോറൽ കാണാം. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ രാഘവേന്ദ്ര രാമേശ്വരം. ആക്ച്വലി ഈ വൃന്ദാവൻ റെസിഡൻസിയുടെ ഉള്ളിലൂടെ വേണം രാഘവേന്ദ്ര രാമേശ്വരത്തിൻ്റെ റിസപ്ഷനിലോട്ട് പോകുവാൻ. രാഘവേന്ദ്ര രാമേശ്വരത്തിന് തൊട്ടു സമീപത്തായിട്ട് തന്നെ ഹോട്ടൽ ബ്ലൂ കോറൽ കാണാം. ഇവിടെ വിശാലമായ പാർക്കിംഗ് ലഭ്യമാണ്. പൊതുവെ രാമേശ്വരത്തെ പാർക്കിംഗ് ഒരു ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. വൃന്ദാവൻ റെസിഡൻസിയോട് ചേർന്ന് തന്നെ ഹോട്ടൽ കുമരൻ നമുക്ക് കാണാം. ശ്രീ കുമരൻ റെസിഡൻസി. നിയർ ബൈ അഗസ്ത്യാർ തീർത്ഥം എന്നാണ് ഈ ഹോട്ടലുകളുടെയൊക്കെ ലൊക്കേഷൻ. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം പെയ്ഡ് പാർക്കിംഗ് ഏരിയാസ് കാണാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഐശ്വര്യ ലോഡ്ജൊക്കെ ഉണ്ട്. ഇന്ന് നമ്മുടെ ഐശ്വര്യ ലോഡ്ജിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ആയിട്ടൊരു മാരി റെസിഡൻസി ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഇപ്പോഴത്തൊരു സ്ട്രോബെറി ഹോട്ടലുണ്ട്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ അഗ്നിതീർത്ഥത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അഗ്നിതീർത്ഥം, ഗേറ്റ് ടു അഗ്നിതീർത്ഥം. അതാണ് നമ്മളീ വന്ന വഴി. അഗ്നിതീർത്ഥം എന്ന് പറഞ്ഞിട്ട് അഗ്നിതീർത്ഥം, അഗസ്ത്യാർ തീർത്ഥം എന്നൊക്കെ പറഞ്ഞ വഴിയാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് തന്നെ ഹോട്ടൽ സ്ട്രോബെറി ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. പിന്നെ ഹോട്ടൽ സെന്തൂർ രാജ, അങ്ങനെയൊക്കെ ഹോട്ടലുണ്ട്. ഇവിടെ ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാം. ഈശ്വര്യമ്മൻ ടെമ്പിൾ, അഗസ്ത്യാർ തീർത്ഥം, രാമർ പദം, രാമനാഥസ്വാമി ടെമ്പിൾ, അഗ്നി തീർത്ഥം. അപ്പോൾ നമ്മൾ കോവിലിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഇങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു ഹോട്ടൽ റോയൽ റെസിഡൻസി, ഹോട്ടൽ വൃന്ദാവനമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളിപ്പോൾ വന്ന വഴി. ഇവിടെ ഒരു ഹോട്ടൽ വൃന്ദാവൻ എലൈറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, വൃന്ദാവൻ എലൈറ്റ്. പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ അവിടെയാണ് സൂര്യൻ ഉദിച്ചുയർന്നു. ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതാണ് കോവിലിലേക്കുള്ള വഴി, അമ്പലത്തിലേക്കുള്ള വഴി ഇതാണ്. ഇവിടെ തന്നെ ദൂരെ തന്നെ കടൽ നമുക്ക് കാണാം ദൂരെയായിട്ട്. കണ്ടോ, അഗസ്ത്യാർ തിരുക്കോവിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അഗസ്ത്യാർ തിരുക്കോവിൽ. ഇതാണ് അഗസ്ത്യാർ തിരുക്കോവിൽ. ഇവിടുന്ന് രാമേശ്വരം ടെമ്പിളിൻ്റെ ആ ഏരിയയിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. നമ്മളീ കാണിച്ച ഹോട്ടലുകളെല്ലാം 1.25 കിലോമീറ്ററിനുള്ളിൽ വരും ക്ഷേത്രത്തിൽ നിന്നും. അവിടെയാണ് നമ്മൾ ഹോട്ടൽ വൃന്ദാവൻ എലൈറ്റ് ഒക്കെ കണ്ടത്. അതിന് തൊട്ടടുക്കിലായിട്ടാണ് നമ്മുടെ അഗസ്ത്യാർ തീർത്ഥം. അല്ല, തൊട്ടടുത്തായിട്ടാണ് ബീച്ച്. ബീച്ച് മീൻസ് കടൽ. ഇവിടെയാണ് രാമേശ്വരത്തെ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആ ഏരിയ. രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ഏരിയ വരുന്നത്. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ.
കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് സൂര്യോദയം കാണാമായിരുന്നു. ആ ഭാഗത്തേക്കാണ് അമ്പലത്തിലേക്ക് പോകേണ്ടത്. അത് അങ്ങോട്ടാണ് നമ്മളുടെ റൂമിലേക്കുള്ള വഴി. ഇവിടെ ശ്രീ രാധേകൃഷ്ണ റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് വിഘ്നേഷ് കാർ പാർക്കിംഗ്, ഓലൈക്കുട പാർക്ക്, അഗ്നിതീർത്ഥം ഒക്കെ വരുന്നത്. നമ്മളിനി ഇവിടുന്ന് തിരികെ റൂമിലേക്ക് പോവുകയാണ്. അതാണ് നമുക്ക് പോകേണ്ട വഴി. ഇവിടെ ഈ ഹോട്ടൽ വൃന്ദാവൻ എലൈറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഹോട്ടൽ അയോധ്യ ഉണ്ട്. അതിന് സമീപത്തായിട്ടൊരു ബേ ആൻഡ് പാർക്കൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ 200 റുപ്പീസാണ് പാർക്കിംഗ് ചാർജ്.